चाप तिलक सब चीनी रे मोसे नैना मिलके नैना मिलके नैना मिलके चाप तिलक सब चीनी रे मोसे नैना मिलके नैना मिलके नैना मिलके ओ ओ नैना मिलके नैना मिलके नैना मिलके मोसने ना मिलके मोसने ना नैना 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 मिलके नैना मिलके नैना मिलके सब कुछ मोर चीनी रे 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 मोसने ना मिलके मोसने ना मिलके मोसने ना नैना 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 मिलके ഞാൻ എൻ്റെ എല്ലാ അലങ്കാര പദവികളും എല്ലാ പോരിശയും ഒരടയാഭരണ കണക്ക് ഞാൻ ആ സന്നിധിയിലെത്തിയേ പോയേക്കും. എന്നെ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ആ ബഹുമാനപ്പെട്ട മനുഷ്യൻ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ ആഭരണങ്ങളെല്ലാം എന്നെ അണിയിപ്പിച്ചു. ഞാനെന്ന് പറയുന്ന അഹന്ത എന്നിൽ നിന്നും ആ ഒരൊറ്റ നോട്ടത്താൽ എന്നിൽ നിന്നും ഇല്ലാതെയാക്കി. मधुआ पिलके बाती का मधुआ पिलके प्यार का मीठा रसवा पिलके रसवा पिलके प्रेम बाती का मधुआ पिलके बाती का मधुआ पिलके प्यार का मीठा रसवा पिलके रसवा पिलके मतवाली कर लेने रईबो से मतवाली कर लेने रईबो से क्या से क्या कर क्या से क्या कर लेने रे मोसने ने എന്താണ് എന്നെ ചെയ്തത്? ഒരൊറ്റ നോട്ടത്താൽ എന്നിലുണ്ടായിരുന്ന അഹന്ത എന്നിൽ നിന്നും ഇല്ലാതാക്കിയല്ലോ. എൻ്റെ മോശപ്പെട്ട ചിന്തയെയും എൻ്റെ ദുനിയാവിനോടുള്ള ആഗ്രഹത്തെയും ഒരൊറ്റ നോട്ടത്താൽ എന്നിൽ നിന്നും ഇല്ലാതാക്കിയല്ലോ. യാ ഔലിയ, നിങ്ങൾ എത്ര വേഗമാണ് എന്നിലൊരു പരിവർത്തനം സൃഷ്ടിച്ചെടുത്തത്. സൂഫിയാക്കളുടെ ലഹരി അതുഹൂ എന്ന സത്യമാണ്. അവർ അല്ലാഹുവിനെ സദാസമയം പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന് ഭാഷയില്ല, വേഷമില്ല, അതിനുള്ളതൊന്നു മാത്രമാണ്. ഞാൻ പ്രണയിക്കുന്നവനും എൻ്റെ നാഥൻ പ്രണയിക്കപ്പെടേണ്ടവനുമാണെന്ന് പറയപ്പെടേണ്ട പരമമായ സത്യം. സൂഫി ഗാന രചയിതാവ് മൻസൂർ പുത്തനത്താണിയുടെ വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. നിന്നെ അറിഞ്ഞാൽ സുഖം നിന്നിലലിഞ്ഞാൽ സുഖം നിന്നെ അറിഞ്ഞാൽ സുഖം നിന്നിലലിഞ്ഞാൽ സുഖം നിന്നെ അറിഞ്ഞാൽ സുഖം നിന്നിലലിഞ്ഞാൽ സുഖം നിന്റെ നാമം സുഖം നിന്റെ നാമം സുഖം നിന്റെ നാമം സുഖം നിന്റെ നാമം സുഖം ഒന്നിലും തന്നെ അറിയാത്ത എന്തോ സുഖം ഒന്നിലും തന്നെ അറിയാത്ത
അറിഞ്ഞാൽ സുഖമാണ്, നിന്നിൽ അലിഞ്ഞാലും സുഖമാണ് റബ്ബേ. എല്ലാറ്റിലും നീ എന്ന് പറയുന്നതിന്റെ പരമസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പകരം വെക്കാൻ മറ്റൊന്നുമില്ലല്ലോ നാഥ. നിന്റെ റബ്ബേ, നിന്റെ മഅരിഫത്തിന്റെ ലോകത്ത് നിന്റെ ഔലിയാക്കള്, നിന്റെ സൂഫിയാക്കള് അതിനെങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ റബ്ബേ. നിന്റെ നാഥ ശൈഖിൻ മടിയിൽ ഇരുന്നിട്ട് കാണും സൗദം, ശൈത്വാൻ തലമീതെ മുണ്ടിട്ട് പായും ചന്തം. ശൈഖിൻ മടിയിൽ ഇരുന്നിട്ട് കാണും സൗദം, ശൈത്വാൻ തലമീതെ മുണ്ടിട്ട് പായും ചന്തം. ശൈബാനാകിലും ഈ മടിയിൽ കുഞ്ഞിൻ ഗന്ധം, ശരിവാൽ കൗസർക്ക് ചുണ്ടെത്തിക്കുന്ന ബന്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഭാഗ്യം സുഖനേദ്യം, നിന്നെ കണ്ടോരെ കാണാൻ കഴിഞ്ഞാൽ മദ്യം, നിന്നെ കണ്ടോരെ കാണാൻ കഴിഞ്ഞാൽ മദ്യം. അല്ലാഹുവിന്റെ വാദ്യം. ഒരു മുറബ്ബിയായ ശൈഖിനെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവരുടെ അടുത്തിരുന്നാൽ നീ ഒരു സൗധം കാണും, ഒരു മനോഹരമായ കൊട്ടാരം. ആ കൊട്ടാരം നിനക്കുള്ളതാണ്. ശൈത്താൻ തലമീത മുണ്ടിട്ട് പായും ചന്തം. ഒരു മുറബ്ബിയായ ശൈഖിനെ നീ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ നാണം കെട്ടോടുമത്രേ. ശൈബാനാകിലും ഈ മടിയിൽ കുഞ്ഞിൻ ഗന്ധം. നീ എത്ര പ്രായം കൂടിയവനാണെങ്കിലും തല നരച്ചവനാണെങ്കിലും ശരി, ഒരു മുറബ്ബിയായ ശൈഖിന്റെ അടുത്ത് നിനക്കൊരു കുട്ടിയുടെ സ്ഥാനം മാത്രമാണ് ഉള്ളത്. അവർ നിന്നെ സദാസമയം സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. കാരണം നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക തന്നെ ചെയ്യും. സുഖം നിന്നിലലിഞ്ഞാൽ സുഖം, വിട്ടുമാറാതെ കൂട്ടിപ്പിടിക്കും ചിന്തം, വീണ്ടും വീണ്ടും കുളിപ്പിക്കും ദേഹികാന്തം. വിട്ടുമാറാതെ കൂട്ടിപ്പിടിക്കും ചിന്തം, വീണ്ടും വീണ്ടും കുളിപ്പിക്കും ദേഹികാന്തം. വീണൽ അൽഹംദുലില്ലാഹ് എന്നോദാനന്ദം, വീരർ അലിയാരെ കൊമ്പിൽ മീവാടും ബന്ധം. മാഫി ഖൽബി ഗൈറുല്ലാഹ്, 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 മാഫി ഖൽബി ഗൈറുല്ലാഹ്. ശരീഅത്താദ്യം ഹഖീഖത്തു മദ്യം, ത്വരീഖത്ത് മഅരിഫത്തും ചേർന്നാൽ പദ്യം, ത്വരീഖത്ത് മഅരിഫത്തും ചേർന്നാൽ പദ്യം. അല്ലാഹുവിന്റെ വാദ്യം വിട്ടുമാറാതെ കൂട്ടിപ്പിടിക്കും ചിന്തം. ഒരു മുറബ്ബിയായ ശൈഖ് നിന്നെ സദാസമയം ചേർത്ത് പിടിക്കും. എന്നിട്ട് നിന്റെ റൂഹിനെ, ദേഹികാന്തം നിന്റെ റൂഹിനെ സദാസമയം അവർ കുളിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് വല്ലതും സംഭവിച്ചാൽ നീ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. കാരണം അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന തത്വം അവർ നിന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വീരറലിയാരെ കൊമ്പിൽ നീ മാടുന്ന ബന്ധം. അന മദീനത്തുൽ ഇൽമി വഅലി ബാബുഹ എന്ന നബിവചനം പോലെ ആ മുഹമ്മദിയത്തിലേക്ക് എത്താൻ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ആ അലിയാരുടെ വഴി. ആ
അലിയാരുടെ കൊമ്പത്ത് ആ മുഹമ്മദീയത്തിന്റെ മീമ് കിടന്ന് ലംഘുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നീ ആദ്യം ശരീഅത്തിനെ മുറുകെ പിടിക്കുക, ശേഷം നീ ഹഖീഖത്തിനെ കണ്ടെത്തുക, പിന്നീട് ത്വരീഖത്തിലൂടെ മഅരിഫത്ത് എന്ന് പറയുന്ന അനന്തമായ വിഹായസിൽ നീ സഞ്ചരിക്കുക. ആ സുഖം നീ ഒരു തവണ അറിഞ്ഞാൽ പിന്നീട് ആ സുഖത്തെ കവച്ചു വെക്കാൻ മറ്റൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് നീ തിരിച്ചറിയും. ആ സുഖത്തെ നീ അറിഞ്ഞില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു സുഖം പോലും രുചിക്കാൻ കഴിയാതെ നീ അങ്ങനെ വെറുതെ വെറുതെ തിരിയേണ്ടി വരും. നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.